ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ് കേസിൽ തിരൂരങ്ങാടി സബ് ആർടി ഓഫീസിലെ MVIക്കും ക്ലർക്കിനും സസ്പെൻഷൻ. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ്, ചെമ്മാട്. ഡ്രൈവിംഗ് ലൈസൻസ് തട്ടിപ്പ് കേസിൽ തിരൂരങ്ങാടി സബ് ആർടി ഓഫീസിലെ MVIക്കും ക്ലർക്കിനും സസ്പെൻഷൻ. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താതെ മൈസൂരുവിൽ നിന്നും ഏജന്റുമാർ മുഖേന സംഘടിപ്പിക്കുന്ന ലൈസൻസുകൾ ഫോട്ടോയും മേൽവിലാസവും മാറ്റി നൽകി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ MVI ഉൾപ്പെടെ 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. തിരൂരങ്ങാടി സബ് ആർടി ഓഫീസിലെ ക്ലർക്കും തിരൂരങ്ങാടി സ്വദേശിയുമായ തടത്തിൽ നജീബ്, MVI കോട്ടയം സ്വദേശി CS ജോർജ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. മൈസൂരിൽ നിന്നും ടെസ്റ്റ് നടത്താതെ ലൈസൻസ് തരപ്പെടുത്തി തിരൂരങ്ങാടി സബ് ആർടി ഓഫീസ് കേന്ദ്രീകരിച്ച് ഫോട്ടോയും വിലാസവും ഒപ്പും മാറ്റി പുതിയ ലൈസൻസ് നൽകുന്നതായി വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. തിരൂരങ്ങാടി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതോടെയാണ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ലഭിച്ചത്. വ്യാജ RC കേസിൽ നജീബ് നേരത്തെയും ആരോപണ വിധേയൻ ആയിരുന്നു. എല്ലാ ഓൺലൈൻ വഴി ഫേസ്ലെസ് അപേക്ഷയായതിനാൽ തന്നെ നൽകുന്ന അപേക്ഷകൾ നജീബിന്റെ ലോഗിങ്ങിലാണ് ആദ്യമെത്തുക. നജീബ് അപ്രൂവൽ നൽകി ജോർജിലെത്തിക്കും. അത്തരത്തിലാണ് ലൈസൻസ് മാറ്റി നൽകിയതെന്നാണ് കരുതുന്നത്. എങ്കിലും വിശദമായ അന്വേഷണത്തിന്റെ ഭാഗമായി ജോർജ്, നജീബ് എന്നിവർക്ക് പുറമെ സജിത്തിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. നിരവധി ഡ്രൈവിംഗ് ലൈസൻസുകൾ വ്യാജമായി നൽകിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് UA റസാഖ് ആവശ്യപ്പെട്ടു. തിരൂരങ്ങാടി സബ് RTO ഓഫീസ് കേന്ദ്രീകരിച്ച് പുറത്തുവന്ന വാർത്തകൾ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. മൈസൂരിൽ നിന്നും അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ടെസ്റ്റ് കൂടാതെ വ്യാജമായി നിർമ്മിച്ച ലൈസൻസുകൾ, ഡ്രൈവിംഗ് ലൈസൻസുകൾ തിരൂരങ്ങാടി സബ് RTO ഓഫീസ് കേന്ദ്രീകരിച്ച് പുതുക്കി നിർമ്മിച്ച്, അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് പുതുക്കി നിർമ്മിച്ച് നൽകുന്നു. അവരുടെ ഫോട്ടോ ചേഞ്ച് ആക്കുന്നു, അഡ്രസ്സ് ചേഞ്ച് ആക്കുന്നു, ആ രീതിയിൽ നൽകുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. തീർച്ചയായിട്ടും വ്യാജ RC, വ്യാജ മീറ്റർ, വ്യാജ ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ഇതാ വ്യാജ ലൈസൻസും, ഡ്രൈവിംഗ് ലൈസൻസും, RC ബുക്ക് അടക്കം ഇവിടെ വ്യാജമായി നിർമ്മിച്ചതിന്, അതായത് വ്യാജന്മാരുടെ ഒരു കൊട്ടാരം പോലെ കഴിയുന്ന ഒരവസ്ഥ തിരൂരങ്ങാടി സബ് RTO ഓഫീസിന് ഉണ്ടായിട്ടുണ്ട്. അതൊരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും അതിൻ്റെ തുടർച്ച എന്നാണ്. ഈ വിഷയം നമ്മൾ അറിഞ്ഞ ഉടനെ തന്നെ RTO ഓഫീസറെയും അതേപോലെ തന്നെ തിരൂരങ്ങാടി പോലീസിലൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. DGPക്കും ഈ വിഷയത്തിൽ വിജിലൻസിൻ്റെ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ട് ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായ നടപടി ഉണ്ടായില്ല എങ്കിൽ അടുത്ത ദിവസം മുതൽ, ഏകദേശം ഈ സംഭവം പുറത്തു വന്നത് ഇപ്പോഴാണ്, അതുകൊണ്ട് തന്നെ ഒരു നിശ്ചിത ഒരു 2-3 ദിവസത്തിനകം നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് യൂത്ത് ലീഗ് നേതൃത്വം നൽകും. ഈ വിഷയത്തിൽ വളരെ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളാണ് തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ആദ്യകാലത്ത് വന്നത് ഒരു 13 വർഷത്തോളം ഒരു വ്യാജ ഉദ്യോഗസ്ഥൻ അവിടെ ജോലി ചെയ്തു എന്നുള്ളതായിരുന്നു. അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ പിടിക്കപ്പെട്ടു. അതിൻ്റെ ശേഷം അവിടെ വ്യാജ മീറ്റർ നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് വ്യാജ RC ബുക്ക് നിർമ്മിച്ച് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ വ്യാജ ഡ്രൈവിംഗ് ലൈസൻസും നിർമ്മിച്ച് നൽകുന്ന ഒരു കേന്ദ്രമായി തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസ് മാറുമ്പോൾ അതിലൊക്കെ വലിയ കള്ളക്കളികൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുമാത്രമല്ല, ഒരു കുട്ടി ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷ നൽകിയാൽ ആ കുട്ടിക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടണമെങ്കിൽ 6 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ കഴിയേണ്ട സാഹചര്യമുണ്ട്. ഉദ്യോഗസ്ഥർക്ക് നാട്ടിൽ പോകാൻ എന്ന് പറഞ്ഞ് ശനിയാഴ്ചകളിലെ ലേണിംഗ് ടെസ്റ്റും അടക്കം ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ നിലക്കും എല്ലാ മേഖലയിലും അഴിമതിക്ക് വക ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യം ഈ തിരൂരങ്ങാടി മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിനെ കേന്ദ്രീകരിച്ച് ഉണ്ട്. അത് ഓരോ ദിനേന തെളിഞ്ഞു വരുന്ന സാഹചര്യമുണ്ട്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം. ഇനി അത് ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. ഈ സംഗതികളൊക്കെ വലിയ അപകടകരമായ അവസ്ഥ, നിരന്തരം നമ്മുടെ നിരത്തുകളിൽ അപകടങ്ങൾ സംഭവിക്കുന്നത്, അതായത് കൃത്യമായി ലൈസൻസ് ഇല്ലാത്ത ആളുകൾ വാഹനം ഓടിക്കുന്നുണ്ടാവാം, അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. ടെസ്റ്റ് പോലും നടക്കാതെ വ്യാജ ലൈസൻസ് നൽകുന്നത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ വിഷയത്തിൽ ശക്തമായ പ്രക്ഷോഭവുമായി യൂത്ത് ലീഗ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ഡെസ്ക്
തിരൂരങ്ങാടി ടുഡേ. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.